ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോയിലൂടെ കുറച്ച് പെട്രോളൊക്കെ ലീക്കായി നമ്മൾ എഞ്ചിൻ്റെ പുറത്ത് വീണ് അവിടുത്തെ ജസ്റ്റ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കണം. അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ അപ്പം വണ്ടി കഴുകാനുള്ള ഷാമ്പും കാര്യങ്ങളൊക്കെ വാങ്ങണം. അത് തൊട്ടപ്പുറത്തിന് നമുക്ക് കടയുണ്ട്. അപ്പോൾ അവിടെ പോയി തന്നെ വാങ്ങിച്ച് നമുക്ക് ഷാമ്പു വാങ്ങിച്ചിട്ടൊക്കെ വരാം. ഓക്കെ, ഷാമ്പു ഒക്കെ വാങ്ങിച്ചു. അപ്പം നമുക്കിനി ഗോ ടു വണ്ടി കഴുകണ ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പം നമ്മൾ ഇവിടെ എത്താറായി. ഇതിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്താണ് ആറ്. നമുക്ക് അവിടെ ഇട്ട് കഴുകാം. അപ്പോൾ ഗൈസ് നമ്മൾ ആറ്റിലെത്തി, പഴട്ടുമുടി ആറ്റിലെത്തി. അപ്പോൾ വണ്ടി നമ്മളിവിടെ വെച്ചാണ് കഴുകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷാമ്പുവും വാങ്ങിച്ച് നമ്മൾ ആറ്റിലെത്തിയിരിക്കുന്നു. അപ്പോൾ വണ്ടിയുടെ ആദ്യം എൻജിൻ ഭാഗം ഞാൻ കാണിച്ചു തരാം. എൻജിൻ ഭാഗത്താണെങ്കിൽ ഓവർഫ്ലോയിൽ നിന്ന് പെട്രോൾ ഇറങ്ങി എൻജിൻ മൊത്തം വീണത്. പെയിൻറ്റ് റീപെയിൻ്റ് അടിച്ചിരുന്ന അത് മൊത്തം വീണ്. അപ്പോൾ ജസ്റ്റ് ഇതാണ്ട് ഈ എൻജിനിൽ പെട്രോൾ വീണ അഴുക്കൊക്കെ ഇരിക്കണം. ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ വണ്ടിയുടെ ചെയിൻ സോക്കറ്റിൽ മൊത്തം ചെളിയും അഴുക്കും മൾകാടും സാരികാടിലും എല്ലാത്തിലും അഴുക്കാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഇന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ നമുക്ക് കഴുകാൻ തുടങ്ങാം. അപ്പം ഇതാണ് ആറിലെത്തി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴുകാം. ഏകദേശം നമുക്ക് ടാങ്കിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങാതെ കഴുകാം. പൾസറിൻ്റെ മെയിൻ പ്രശ്നമാണ് ടാങ്കിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങണം. ഇടയ്ക്ക് വെള്ളം നമ്മൾ കഴുകിയപ്പോൾ ഒരിക്കൽ ഇറങ്ങി ടാങ്കും ക്ലീൻ ചെയ്ത് കാർബറേറ്ററും ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കാർബറേറ്ററിലൊന്നും ഇറങ്ങാതെ എൻജിൻ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. മാക്സിമം സൂക്ഷിച്ച് നോക്കണം. 2006 മോഡലിലെ പൾസറാണ്. ഇവിടുത്തെ അഴുക്കെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. വണ്ടി കഴുകിയിട്ട് തന്നെ ഒരുപാട് ദിവസമൊക്കെ ആയി. അതിൻ്റെ അഴുക്കും കാര്യങ്ങളും വണ്ടിയിൽ കാണാനുമുണ്ട്. ഒരു 1.5 മാസത്തിന് ശേഷം ഇപ്പോഴാണ് വണ്ടി കഴുകണത്. ഇടയ്ക്ക് കാർബറേറ്ററും എല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. വേറെ വണ്ടിയെല്ലാം പക്ക കണ്ടീഷനിലായിട്ടാണ് ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി അടുത്ത് ഷാമ്പു എടുക്കാൻ വണ്ടി ഇടണ ഷാമ്പു ഒരു പിരടപ്പിൻ്റെ ഇതിൽ കുറച്ച് കലക്കാൻ പോവുകയാണ്. കോട്ടൺ തന്നെ വെച്ച് നല്ല പതച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ വണ്ടി എന്നിട്ട് പതിച്ചിട്ടുണ്ട്. ഈ സൈഡെല്ലാം നല്ല വൃത്തിയും തുടച്ചെടുക്കാം. കാർബറേറ്ററിലൊന്നും വെള്ളം ഇറങ്ങാതെ പിന്നെ എഞ്ചിൻ ഭാഗവും സൈലൻസറൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. ടാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. ഹെഡിൻ്റെ ഭാഗമൊക്കെ തുടച്ചു കൊടുക്കാം. ഹെഡിൻ്റെ അടിയിലും നല്ല അഴുക്കൊക്കെ കാണും. രണ്ട് മൾഗാർഡും ഡിസ്കൊക്കെ തുടച്ചു കൊടുക്കണം. ഫ്രണ്ട് ഡിസ്ക് തുടച്ചു കൊടുക്കണം, ബാക്ക് ഡിസ്ക് ഇല്ല. അഴുക്കാണ്. ജസ്റ്റ് ചെയിൻ സോക്കറ്റ് മൊത്തം നല്ല ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. സ്റ്റാൻഡും അപ്പോൾ മാക്സിമം എൻജിൻ്റെ ഭാഗത്തുള്ള പെട്രോൾ കളയാനാണ് മാക്സിമം തുടയ്ക്കണ. ആ പെട്രോൾ ലീക്കായിട്ട് ഞാൻ ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് തുടയ്ക്കുക. ഇല്ലെങ്കിൽ ഓവർഫ്ലോയിൽ നിന്ന് പിന്നെയും കളയണമെങ്കിൽ പിന്നെയും പെട്രോൾ വീണുകൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻജിൻ ഭാഗത്തിൻ്റെ ഭാഗമൊക്കെ നല്ല വൃത്തിയും തുടച്ചു കൊടുക്കണം. അപ്പം ഷാമ്പു എല്ലാം പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി ഇറക്കുക. അപ്പോൾ ഈ മൾഗാർഡിൻ്റെ ബാക്കിലത്തെ മൾഗാർഡിൻ്റെ അടിയിലൊക്കെ മൊത്തം കഴുകണം. മൊത്തം ചെളിയായിരിക്കും ഇരിക്കണം. അപ്പോൾ വണ്ടിയും കാര്യങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് കിക്കറടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം കുറച്ച് നേരത്തേക്ക്. കാര്യങ്ങളും എല്ലാം കഴുകി നമ്മൾ വൃത്തിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒന്ന് വണ്ടി കഴുകുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനിയും കിട്ടുന്ന വീഡിയോസുമായിട്ട് ഇനിയും വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അറിയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്